يوصيكم الله في أولادكم للذكر مثل حظ الأنثيين فإن كن نساء فوق 2 فلهن ثلثا ما ترك وإن كانت واحدة فلها النصف ولأبويه لكل واحد منهما السدس مما ترك إن كان له ولد يوصيكم الله അല്ലാഹു നിങ്ങളോട് ഗൗരവത്തിൽ ഉപദേശിക്കുന്നു ഫീ ഔലാദിക്കും നിങ്ങളുടെ സന്താനങ്ങളുടെ വിഷയത്തിൽ ലിദ്ദക്കർ ആണുങ്ങളായ സന്താനങ്ങൾക്ക് ലഭിക്കുന്നതാണ് മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ 2 സ്ത്രീകളുടെ ഓഹരിക്ക് തുല്യമായത് ലഭിക്കുന്നതാണ് ഫഇൻ കുന്ന നിസാഅ ഇനി മക്കളെല്ലാവരും സ്ത്രീകളായിരുന്നാൽ ഫൗഖ 2 2 കൂടുതൽ സ്ത്രീകളായിരുന്നാൽ ഫലഹുന്ന സുലുസാ മാ തറക് അവർ മയ്യിത്ത് ഉപേക്ഷിച്ചതിന്റെ 2/3 അവർക്ക് ലഭിക്കുന്നതാണ് വഇൻ കാനത് വാഹിദതൻ ഫലഹൻ നിസ്ഫ് ഇനി അവർ ഒരാൾ മാത്രമായിരുന്നാൽ അവർക്ക് പകുതി ലഭിക്കുന്നതാണ് വലിഅബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമാ അസ്സുദുസ് മയ്യിത്തിന്റെ മാതാപിതാക്കൾക്ക് ഓരോരുത്തർക്കും 1/6 വീതം ലഭിക്കുന്നതാണ് മിമ്മാ തറക് മയ്യിത്ത് ഉപേക്ഷിച്ചതിൽ നിന്നും ഇൻ കാന ലഹു വലദ് മയ്യിത്തിന് മക്കളുണ്ടായിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലും ശേഷമുള്ള 3 ആയത്തിലും അനന്തരാവകാശ നിയമത്തിന്റെ വിശദീകരണവും അതിന്റെ ഗൗരവവും വിവരിക്കുകയാണ്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലെ ഇസ്ലാം നിയമമാക്കിയിരിക്കുന്നൊരു നിയമമാണ് അനന്തരാവകാശം ഇസ്ലാമികമായി വീതിക്കുക എന്നുള്ളത്. ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു പരാമർശം കഴിഞ്ഞ 3 ആയത്തുകൾക്ക് മുമ്പ് വരികയുണ്ടായി. ഇവിടെ അല്ലാഹു തആല വിശദമായി കാര്യങ്ങൾ വിവരിക്കുകയാണ്. യൂസികുമുല്ലാഹ് അല്ലാഹു നിങ്ങളോട് ഗൗരവത്തിൽ ഉപദേശിക്കുന്നു. വസിയ്യത്ത് ആത്മാർത്ഥമായ സ്നേഹനിർഭരമായ ഗൗരവം നിറഞ്ഞ ഉപദേശത്തിനാണ് പറയുന്നത്. അനന്തരാവകാശത്തിന്റെ വിവരണം അല്ലാഹു
ഈ പ്രയോഗത്തിലൂടെയാണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നിയമം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. യൂസീകുമുല്ലാഹു ഫീ ഔലാദികും, നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വലിയ പ്രതീക്ഷയാണ് സന്താനങ്ങൾ. ഒരു ഭാഗത്ത് മാതാപിതാക്കളെ കൊണ്ട് സന്താനങ്ങൾക്ക് ധാരാളം ഉപകാരങ്ങൾ ഉണ്ടാകുന്നു. ഓരോ മനുഷ്യന്റെയും വളർച്ചയുടെയും ഉയർച്ചയുടെയും അടിസ്ഥാനം സന്താനങ്ങളാണ്. മറുഭാഗത്ത് സന്താനങ്ങളെ കൊണ്ടും മാതാപിതാക്കൾക്ക് ധാരാളം ഗുണങ്ങളുണ്ടാകുന്നു. അവരുടെ മരണത്തിന് മുമ്പും മരണത്തിന് ശേഷവും ധാരാളം പ്രയോജനങ്ങൾ ഉണ്ടാകുന്നു എന്നെല്ലാം ഉണ്ടാകണം. അതുകൊണ്ട് അല്ലാഹു തആല സന്താനങ്ങൾക്ക് ആദ്യമായി അനന്തരാവകാശം നൽകണമെന്ന് ഉപദേശിക്കുന്നു. യൂസീകുമുല്ലാഹു ഫീ ഔലാദികും, നിങ്ങളുടെ സന്താനങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു നിങ്ങളോട് അനന്തരാവകാശം കൊടുക്കണമെന്ന് കൽപ്പിക്കുന്നു. അതായത് ഒരു മനുഷ്യൻ മരിച്ചാൽ അദ്ദേഹം വിട്ടിട്ട് പോയ സമ്പത്തിന്റെ ഒരു ഭാഗം സന്താനങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. ആ ഭാഗം എത്രയെന്ന് അടുത്ത വചനത്തിൽ പറയും. അവർക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല, അവർക്ക് കൊടുക്കേണ്ടതില്ല, എനിക്കാണ് വേണ്ടത് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമാണ് വേണ്ടത് എന്നിങ്ങനെയുള്ള വാദങ്ങൾ നടത്തരുത്. ആരെങ്കിലും മരിച്ചാൽ അവരുടെ മക്കൾക്ക് അനന്തരാവകാശം കൊടുക്കണം. ലിദ്ദകരി മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ, മക്കൾക്ക് അനന്തരാവകാശം നൽകുമ്പോൾ രണ്ട് പെൺകുട്ടികൾക്ക് കിട്ടുന്നതായ ഓഹരി ഒരു ആണിന് ലഭിക്കുന്നതാണ്. അതായത് ഒരു മയ്യത്തിന് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമുണ്ട്. പെൺകുട്ടിക്ക് കിട്ടുന്നതിന്റെ ഇരട്ടി ആൺകുട്ടിക്ക് കിട്ടും. ഉദാഹരണത്തിന് അവരുടെ ഓഹരി 3 ലക്ഷമാണെങ്കിൽ 1 ലക്ഷം പെൺകുട്ടിക്ക് കിട്ടും, 2 ലക്ഷം ആൺകുട്ടിക്ക് കിട്ടും. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ചില ആളുകൾ വലിയ വിമർശനത്തിന് കാരണമാക്കിയിട്ടുണ്ട്. ഇസ്ലാം പെണ്ണുങ്ങളുടെ സ്ഥാനം കുറച്ചു, അവർക്ക് ഓഹരി പകുതിയാക്കി. ഒന്നാമത്തെ കാര്യം, ഇതര മതവ്യവസ്ഥിതികളിൽ പ്രത്യേകിച്ചും ഹൈന്ദവ മതത്തിൽ പെൺകുട്ടികൾക്ക് ഓഹരി ഒന്നും കൊടുക്കാറില്ല. അങ്ങനെയുള്ളവരാണ് ഇത്ര കൊടുക്കുന്നതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇസ്ലാം ഇങ്ങനെ പുരുഷന്മാർക്ക് ഇരട്ടിയാക്കിയത് ഒരിക്കലും സ്ത്രീകളെ നിന്ദിക്കാൻ വേണ്ടിയല്ല. ഇസ്ലാം നീതിയുടെ ദർശനമാണ്. ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് കൊടുക്കണമെന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട്. ഇസ്ലാമിക വീക്ഷണത്തിൽ ചെലവുകൾ മുഴുവനും പുരുഷന്റെ മേൽ നിക്ഷിപ്തമാണ്. ഉദാഹരണത്തിന് അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. വാപ്പ മരണപ്പെട്ടു, മക്കളായിട്ട് ഞാനും ഒരു പെങ്ങളുമാണുള്ളതെങ്കിൽ ആ പെങ്ങൾക്കുള്ള ചെലവ് മുഴുവനും ഞാനാണ് കൊടുക്കേണ്ടത്. ചെലവിന്റെ ബാധ്യത മുഴുവനും പുരുഷന്റെ മേലാണ്.
സ്ത്രീകൾക്ക് യാതൊരു ചെലവുമില്ല. പിന്നെ അവർക്ക് അനന്തരാവകാശത്തിൽ നിന്ന് മോഹരി കൊടുക്കുന്നത് അവരുടെ ന്യായമായ ഇഷ്ടമനുസരിച്ച് അവർ ചെലവഴിക്കാൻ വേണ്ടിയാണ്. സയ്യിദ് ഹസനി അക്കാദമിയുടെ വളരെ പ്രധാനപ്പെട്ട ചെറിയൊരു രചനയുണ്ട്, ഇസ്ലാമിൽ സ്ത്രീകളുടെ സാമ്പത്തിക അവകാശങ്ങൾ. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡ് ചെയർമാൻ മൗലാന ഖാലിദ് സൈഫുല്ലാ റഹ്മാനി സ്ത്രീകളുടെ സാമ്പത്തിക അവകാശത്തെപ്പറ്റി വിശദമായി അതിൽ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് ചെലവിന്റെ ബാധ്യത പുരുഷന്മാർക്കായപ്പോൾ അവർക്ക് കൂടുതൽ ഓഹരി കൊടുത്തു. സ്ത്രീകൾക്ക് ചെലവിന്റെ ബാധ്യത ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കുറഞ്ഞ ഓഹരി കൊടുത്തു. ഒരിക്കലും ഇത് അക്രമമല്ല, മറിച്ച് തീർത്തും നീതിയാണ്. فَإِن كُنَّ نِسَاءً فَوْقَ اثْنَتَيْنِ فَلَهُنَّ ثُلُثَا مَا تَرَكَ. ഇനി ഒരു വ്യക്തി മരണപ്പെട്ടു, അദ്ദേഹത്തിന്റെ മക്കളെല്ലാം പെൺകുട്ടികളാണ്, അവർ രണ്ടോ രണ്ടിൽ കൂടുതലോ ആളുകളാണെങ്കിൽ അവർക്ക് മയ്യിത്തിന്റെ സമ്പത്തിന്റെ 3/2 ഭാഗം ലഭിക്കുന്നതാണ്. ഒരു മയ്യിത്തിന് മക്കളെല്ലാവരും പെൺകുട്ടികൾ, 9 ലക്ഷം രൂപ അദ്ദേഹം വിട്ടിട്ടുണ്ടെന്ന് വിചാരിക്കും. അതിൽ 3/2 6 ലക്ഷം രൂപ രണ്ടോ അതിൽ കൂടുതലോ പെണ്ണുങ്ങൾക്ക് ലഭിക്കുന്നതാണ്. كانت واحدة فلها النصف. ഈ ഒരു മയ്യിത്തിന് ഒരു മകൾ മാത്രമാണുള്ളതെങ്കിൽ അവർക്ക് പകുതി ലഭിക്കുന്നതാണ്. ഇവിടെ പണ്ഡിതന്മാർ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയുന്നു. ഈ ആയത്തിൽ അല്ലാഹു തആല സ്ത്രീകളെ പറ്റിയാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. പെണ്ണുങ്ങൾക്ക് നൽകപ്പെടുന്നതിന്റെ ഇരട്ടി ആണുങ്ങൾക്ക് കൊടുക്കണം. ഇതിന്ന് മനസ്സിലാവുന്ന ആദ്യം പെണ്ണുങ്ങൾക്ക് കൊടുക്കണം. അതുപോലെ മക്കൾ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ഇത്രയും കൊടുക്കണം. കഷ്ടം, ഇന്ന് സമുദായത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ സ്ത്രീകൾക്ക് അനന്തരാവകാശം തന്നെ കൊടുക്കുന്നില്ല. സ്ത്രീധനമായി തന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് സ്ത്രീകളുടെ അനന്തരാവകാശം അപഹരിക്കാറുണ്ട്. ഈ ആയത്ത് ഇറങ്ങിയത് തന്നെ പെൺകുട്ടികളുടെ അവകാശം ഹനിച്ചതിന്റെ പേരിലാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, ഞങ്ങൾ ആദരവായ റസൂലുള്ളാഹി പറയും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ യാത്രയിലായിരുന്നു. അപ്പോൾ ഒരു അൻസാരി സ്ത്രീ വന്നു. അവരുടെ കൂട്ടത്തിൽ 2 പെൺകുട്ടികളുണ്ടായിരുന്നു. അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇത് അങ്ങയുടെ സഹാബിയായ സാബിത്ത് ബിൻ ഖൈസിന്റെ പെൺമക്കളാണ്. ഉഹദ് ദിവസം അദ്ദേഹം താങ്കളുടെ കൂട്ടത്തിൽ പോരാടി അവസാനം കൊല്ലപ്പെട്ടു. ഈ 2 കുട്ടികളുടെ കൊച്ചാപ്പ ഇവരുടെ സമ്പത്ത് മുഴുവനും കൈവശപ്പെടുത്തിയിരിക്കുന്നു. ഇവർക്ക് ഒന്നും തന്നെ കൊടുക്കുന്നില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹോദരി, ഈ വിഷയത്തിൽ അല്ലാഹു തആല ഉടനെ തീരുമാനം അറിയിക്കുന്നതാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവതരിച്ചു, യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ. ഈ ആയത്തിറങ്ങിയപ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെയും കൊച്ചാപ്പയെയും വിളിച്ചു വരുത്താൻ പറഞ്ഞു. എന്നിട്ട് ആ കൊച്ചാപ്പയോട് പറഞ്ഞു, നിങ്ങൾ ഈ 2 പെൺകുട്ടികൾക്ക് 3/2 കൊടുക്കിൻ, ഇവരുടെ ഉമ്മായിക്ക് 8 കൊടുക്കിൻ, ബാക്കിയുള്ളത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല
പടച്ചവന്റെ കൽപ്പനകൾ പരിപൂർണ മനസ്സോടെ മാനിക്കാനും പാലിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.